മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ നുബുവത്ത് ജീവിതം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വചനമുണ്ട്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അഥവാ നാം മനസ്സിലാക്കേണ്ടത്, മകാരിമുൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവ ഗുണങ്ങളെന്ന് പറയുന്നത് അമ്പിയാക്കൾ പടുത്തുയർത്തിയ ഒരു മനോഹരമായ ബിൽഡിംഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത് ആ ബിൽഡിങ്ങിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥതലം. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഓർക്കണം, സൽസ്വഭാവമില്ലാത്ത ദീൻ ജഡ്ജിയില്ലാത്ത കോടതിയെപ്പോലെയാണ്. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, സൽസ്വഭാവമില്ലാത്ത ദീൻ തമാശയാണ്. അതിനൊരിക്കലും സീരിയസ്നെസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്താ? നമ്മൾ ആലോചിക്കണം. അത് ഞാനും നിങ്ങളും ഓർക്കണം. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് അസിമ്മത്തുൻ അഖ്ലാഖിയ ആണ്, മോറൽ ക്രൈസിസ് ആണ്. വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച, പരിശീലിപ്പിച്ച സ്വഭാവ സംസ്കരണത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, തിരുമേനിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനനം മുതൽ അതിനുവേണ്ടി പരിശീലിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. തിരുമേനിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് നമ്മെപ്പോലെയല്ല പിറന്നത്. നമ്മളൊക്കെ പിറന്നു വീണപ്പോൾ നമുക്ക് താരാട്ട് പാടാൻ ഉമ്മയുണ്ടായിരുന്നു, നമ്മളെ ലാളിക്കാൻ, ഓമനിക്കാൻ നമ്മുടെ പിതാവുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പിറന്നു വീഴുമ്പോൾ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, യതീമായാണ് അദ്ദേഹം പിറന്നു വീഴുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ആ യതീം എന്ന് പറയുന്നത് ഒരു സാധാരണ യതീമല്ല, നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ പത്നി ആമിന ബീവിയെ വിവാഹം ചെയ്ത ശേഷം ഒരേ ഒരു മാസമാണ് അവരുടെ കൂടെ ജീവിച്ചത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ മഈശത്തിൻ്റെ ഭാഗമായി ഒരു കച്ചവടത്തിന് വേണ്ടി അബ്ദുള്ള ഇറങ്ങി പുറപ്പെട്ടു. ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ കച്ചവടം കഴിഞ്ഞ് തൻ്റെ അമ്മാവന്മാരെ സന്ദർശിക്കാൻ വേണ്ടി യസ്രിബിലേക്ക്, ഇന്നത്തെ മദീനയായ അന്നത്തെ യസ്രിബിലേക്ക് അദ്ദേഹം പോയി. കാരണം കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയിലായിരുന്നു യസ്രിബ്. അവിടെ ചെന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിനൊരു ദേഹാസ്വസ്ഥമുണ്ടായി. അദ്ദേഹം പൊടുന്നനെ നിലത്ത് വീണു. അതിലൂടെ അദ്ദേഹം മരണപ്പെട്ടു. നമുക്കറിയാം, അബ്ദുള്ള അദ്ദേഹത്തെ ഖബറടക്കിയിട്ടുള്ളത് മദീനയിലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ബീവി ആമിനയുടെ ഗർഭത്തിലാണുള്ളത്, പിറന്നു വീണിട്ടില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് ആമിന പ്രസവിച്ചു. ആ പ്രസവത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനിക്കുമ്പോൾ ഉപ്പയില്ലാതെ ജനിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരുപാട് കാലം ഉമ്മയുടെ താരാട്ട് കേൾക്കാനുണ്ടായില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തെ പാകപ്പെടുത്തിയത് എന്നാണ്. നമുക്കറിയാം ചരിത്രം. അദ്ദേഹത്തെ മുലയൂട്ടിയിരുന്ന ഹലീമ അസ്സഅദിയയുടെ അടുത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിനൊരാഗ്രഹം, ഉപ്പയെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. ജീവിച്ചിരിപ്പില്ലാത്ത ഉപ്പയെ കാണിച്ചു കൊടുക്കാൻ ആമിന ബീവി ആ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ചു പോകുന്ന ഒരു രംഗം ചരിത്രം വിവരിക്കുന്നുണ്ട്. വല്ലാത്ത അർത്ഥവത്താണത്, നാം മനസ്സിലാക്കണം. എന്തിനാണങ്ങനെ എന്നതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. ഒരു പരിചാരികയുടെ കൂടെ
ആമിന മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് മദീനയിലെത്തിയിട്ട് തൻ്റെ ഉപ്പയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ആമിന ബീവി. ഒരു ചാൺ ഉയരമുള്ള ഒരു കബറിടമാണ് ഉപ്പ എന്ന് പറയുന്നത്. ഇതാണ് മോനെ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ആ മോൻ്റെ ഉള്ളിൽ ഉപ്പ എന്ന് പറയുന്നത് ഒരു ഖബറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതാനും ദിവസം അവിടെ കഴിഞ്ഞു കൂടിയ ശേഷം അവർ തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും കടുപ്പമുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തർബിയത്ത് നൽകുന്നത് ചെറുപ്പത്തിൽ തന്നെ. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മദീനയിൽ നിന്ന് കാതങ്ങൾ അകലെയുള്ള അബവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ മരുഭൂമിയുടെ നടുവിൽ ആമിന ബീവി കുഴഞ്ഞു വീണു. ചരിത്രം നമുക്കപ്പോൾ അത് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞാണ് അന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുമ്പിലാണ്, ആ പിഞ്ചു കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോഴാണ് ആമിന നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, എന്തിനായിരിക്കും ഇത്? കൂടെ ഉണ്ടായിരുന്ന പരിചാരിക ഉമ്മു ഹാനി ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് പണിപ്പെട്ട് ഞാനും മുഹമ്മദും കൂടി കുറേ കൊമ്പ് കഷ്ണങ്ങൾ കൊണ്ടൊരു കുഴി കുത്തി ആമിനയെ അതിലിട്ട് കബറടക്കി. തിരിച്ചു പോരാൻ വേണ്ടി മുഹമ്മദിൻ്റെ കൈ ഞാൻ പിടിക്കുമ്പോൾ മുഹമ്മദ് എന്നെ വലിച്ച് തിരിച്ചു വഴിക്കുന്നുണ്ട്. ഉമ്മയെവിടെ എന്ന് ആലോചിക്കണം. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട് സൂറത്ത് ഇൻഷിറാഹിൽ അതിമനോഹരമായ ഒരു ചോദ്യം റസൂലിനോട്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. വല്ലാത്ത ചോദ്യമാണത്. ഉമ്മു ഹാനിയുടെ കൈപിടിച്ച് മക്കയിലേക്ക് വരികയാണ് മുഹമ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം. 6 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ്. എന്തു ചെയ്യണമെന്ന് ഉമ്മു ഹാനിക്കറിയില്ല. ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇനി ആരുമില്ല. അവസാനം അബ്ദുള്ളയുടെ ഉപ്പ മുഹമ്മദ് നബിയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടുകയാണ് ഉമ്മു ഹാനി. ചരിത്രം അത് പറഞ്ഞു തരുന്നുണ്ട്. ഉമ്മു ഹാനി വാതിലിൽ മുട്ടുമ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നുണ്ട്, ഐന ആമിന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ചോദ്യം എന്തായിരിക്കുമെന്ന്. അബ്ദുൽ മുത്തലിബ് അറിഞ്ഞിട്ടില്ല ആമിന മരണപ്പെട്ട വിവരം. ഉമ്മു ഹാനി പിന്നിൽ നിന്ന് പറഞ്ഞു ആമിന മരിച്ചുപോയി എന്ന്. അന്ന് അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ആവോളം ചുംബനം കൊടുത്ത ശേഷം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ചരിത്രം ഇന്നും ആ വാക്കുകൾ ഓർത്തുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ റസൂലാക്കുകയായിരുന്നു സഹോദരങ്ങളെ. റസൂലാക്കുകയായിരുന്നു. ഇവിടെയൊന്നും ചരിത്രം അവസാനിക്കുന്നില്ല. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും മുഹമ്മദേ എന്ന് വല്ലിപ്പ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. 6 മാസമാണ് ആ വല്ലിപ്പയുടെ ലാളനയേറ്റ് വളരാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചത്. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ സഹോദരനായ അബൂ താലിബിനെ വിളിച്ച് വല്ലാത്ത ഒരു വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്വത്താ, ഈ സ്വത്തിനെ നീ നശിപ്പിച്ചു കളയരുത്, ഇവനെ വളർത്തണം. നമുക്കറിയാം അബൂ താലിബ് പ്രാരാബ്ധങ്ങളുടെ പ്രാരാബ്ധമുള്ള ഒരുപാട് മക്കളുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കയായി പ്രവർത്തിച്ചത്. ചരിത്രം, നബി തിരുമേനിയുടെ ചരിത്രം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചരിത്രമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ കാര്യമാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു എങ്ങനെയാണ് വളർത്തിയത് എന്ന്. എങ്ങനെയാണ് വളർത്തിയത്? ജീവിതത്തിലെ വലിയ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടല്ല. പ്രതിസന്ധികൾ. അലം യജിദ്ക യതീമൻ ഫആവാ. മുഹമ്മദ് നബിയോട് ചോദിക്കുകയാണ് പിന്നീട്, മുഹമ്മദ് നബി അങ്ങയെ യതീമായല്ലേ അങ്ങയെ വളർത്തിയത് അല്ലേ? ഫആവാ, അഭയം നൽകി, എല്ലാ സൗകര്യങ്ങളും നൽകി. വവജദക ളാല്ലൻ ഫഹദാ. മുഹമ്മദ് നബി അങ്ങക്ക് ഓർമ്മയില്ലേ
അങ്ങയെ ലാളിക്കാൻ, അങ്ങയെ പരിപാലിക്കാൻ, അങ്ങയെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഫഹദാ, പക്ഷേ എന്നിട്ടും അങ്ങേക്കൊന്നും സംഭവിച്ചില്ല. വവശദക ആയിലൻ ഫഅഗ്നാ, മുഹമ്മദ് നബി അങ്ങ് ഓർക്കുന്നില്ലേ? അങ്ങ് പരമദരിദ്രനായാണ് ജീവിച്ചത്. പക്ഷേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഫഅഗ്നാ, ധന്യരിൽ ധന്യനായില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന പേരേതാ? നമ്മൾ ആലോചിക്കണം. ഏറ്റവും ശക്തമായ ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യനാരാ? എന്തുകൊണ്ട്, എങ്ങനെ? അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതൊരു വല്ലാത്ത സംഭവമാണ്. അതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ അള്ളാഹു ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ വളർത്തുകയായിരുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരിക്കലും വാടിയിട്ടില്ല, ഒരിക്കൽ പോലും വാടിയിട്ടില്ല. ഉത്തമമായ ജീവിതം അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാണിച്ചു. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞില്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ കാണണമെന്നും അന്ത്യദിനത്തിൽ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നാണ് നിങ്ങളുടെ പൂതിയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. ജീവിതത്തിൻ്റെ ഏത് രംഗത്താണ് റസൂലുള്ളാഹി നമുക്ക് മാതൃക കാണിക്കാതെ പോയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ ആലോചിക്കണം. ശത്രുക്കൾ അമ്പരന്ന് പോയി എഴുതി വെച്ച ഒരു വാചകമുണ്ട്. എങ്ങനെയാണ് മുഹമ്മദിന്റെ അനുയായികൾ കക്കൂസിലിരിക്കേണ്ടത് എന്ന് പോലും പഠിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് കടന്നുപോയത്. അതവർക്കൊരു നിസ്സാര സംഭവമായിരിക്കും, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമല്ല. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ജീവിച്ചു കാണിച്ചു തന്ന ജീവിത സ്വഭാവമാണ്. ഖുലുഖ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുഹമ്മദ് നബി അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഖുലുഖ് എന്താണ്? ഖുലുഖ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള ഒരു പദമാണ് ഖുലുഖ്. ഖുലുഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതമാണ്. പ്രകൃതം, ജീവിതത്തിലുള്ള പ്രകൃതം. അതെ, നോക്കൂ, മനുഷ്യന് ജീവിതത്തിൻ്റെ പുറത്തൊരു ഭാവമുണ്ട്, അകത്തൊരു ഭാവമുണ്ട്. ഒന്ന് ഖുലുഖാണെങ്കിൽ മറ്റേത് ഖൽഖാണ്. രണ്ടൊന്നും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. രണ്ടും ഖലഖയിൽ നിന്ന് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അല്ലാഹുവേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നീ വഴി നടത്തണമേ എന്ന്. എന്താണ് ആ സ്വഭാവം? അത് ജീവിതത്തിൻ്റെ ഭാവമാണ്, ജീവിതത്തിൻ്റെ പച്ചയായ ഭാവം, ഒരു തരം കൃത്രിമത്വവുമില്ലാത്ത ഭാവം. അതിനാണ് ഖുലുഖ് എന്ന് പറയും. ആ ഭാവം എന്തായിരിക്കണം? അത് നല്ലതായിരിക്കണം, ഖുലുഖുൻ ഹസനായിരിക്കണം. അതാണ് വേണ്ടത്. അതിലേക്കാണ് നാം എത്തേണ്ടത്. ഇന്ന് നോക്കൂ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ തുടക്കത്തിൽ തന്നെ, ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഇതാണ്, മോറൽ ക്രൈസിസാണ്. സ്വഭാവ രംഗത്ത് ഏറ്റവും മോശമായ അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ. നമ്മൾ എന്നിട്ട് കാലത്തെ കുറ്റം പറയും, മീഡിയയെ കുറ്റം പറയും, സമൂഹത്തെ കുറ്റം പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മൾ മീഡിയയല്ല നോക്കേണ്ടത്, നമ്മുടെ മീഡിയകളുടെ പിന്നാലെയല്ല പോകേണ്ടത്, കാലത്തെയല്ല കുറ്റം പറയേണ്ടത്, സമൂഹത്തെയല്ല. നമ്മൾ പോകേണ്ടത് ആരുടെ പിന്നാലെയായിരിക്കണം? അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ, അവിടേക്കായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ കുറ്റം പറയാൻ ആർക്കും സാധിക്കുകയില്ല.
നമുക്ക് സഹോദരങ്ങളെ, എന്നെങ്കിലും ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറയുന്നവനാണ് എന്ന സ്വഭാവത്തിൻ്റെ ഉടമയാവുകയില്ല. മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഒരിക്കലെപ്പോഴെങ്കിലും കളവ് പറയേണ്ടി വന്നു എന്നതുകൊണ്ട് അവനെ നിങ്ങളാരും കള്ളനെന്ന് വിളിക്കരുത്. അതവൻ്റെ സ്വഭാവമാകുമ്പോൾ മാത്രമേ അവൻ കള്ളനാകൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സൽസ്വഭാവം ഇത് പൂർത്തിയാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്വഭാവ സംസ്കരണവും കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. വലിയ പ്രാധാന്യമാണ് അദ്ദേഹം ഇതിന് നൽകിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം തന്നെ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ വന്നിട്ടുള്ളത് ഉത്തമമായ എല്ലാ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ അതിനു വേണ്ടി മാത്രമല്ല വന്നത് എന്ന്. അല്ലല്ലോ. മാത്രമല്ല, അദ്ദേഹം നിയുക്തനായ നുബുവത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യവും അതല്ല, മറിച്ച് തൗഹീദായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ നാവ് കൊണ്ട് പറയുകയാണ്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? എന്തുകൊണ്ടാ? അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, മറ്റുള്ള ഒന്നിനും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇബാദത്തുള്ള ഒരു കർമ്മങ്ങളും അള്ളാഹു അല്ലാത്ത ആർക്കും അർപ്പിച്ചുകൂടാ എന്ന അതിശക്തമായ ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിൻ്റെ നാമം കൊണ്ട് പറയാ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ വന്നത് ഉത്തമമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. എന്ത് മനസ്സിലാക്കണം? ഈ തൗഹീദും ഈ സ്വഭാവവും തമ്മിൽ അതിശക്തമായ ബന്ധമുണ്ട്. നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും സ്വഭാവവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. നമ്മളത് ഓർക്കണം. നമ്മുടെ ഇബാദത്തും ഈ സ്വഭാവ ഗുണവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് പുറത്ത് മറ്റുള്ളവർ കാണുന്നതാണ് എങ്കിൽ, നമ്മുടെ അഖീദ എന്ന് പറയുന്നത് അത് സഹോദരങ്ങളെ ആരും കാണാത്ത എൻ്റെ ഉള്ളിലുള്ളതാ. എൻ്റെ ബാഹ്യമായ സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ എൻ്റെ ഇബാദത്ത് നിങ്ങൾ കാണുന്നില്ല, എൻ്റെ അഖീദ നിങ്ങൾ കാണുന്നില്ല. നമ്മൾ ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ അഖീദയുടെയും നമ്മുടെ ഇബാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ ശ്രമിക്കുന്നവരാകണം. അവിടേക്കാണ് നാം എത്തേണ്ടത്. നിങ്ങൾക്കോർമ്മയില്ലേ എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് എന്ന്? ഇന്ത്യ അടക്കമുള്ള നമ്മുടെ രാജ്യമായ ഇന്ത്യ അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളിലും, വിശേഷിച്ചും ഏഷ്യൻ രാജ്യങ്ങളുടെ കഥ പറയുമ്പോൾ, ഏഷ്യൻ രാജ്യങ്ങളുടെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയാ പ്രചരിച്ചത്. അവിടേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്ന അറബികളുടെ സ്വഭാവ ഗുണങ്ങളിൽ നിന്നല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സങ്കടകരമെന്ന് പറയട്ടെ, എന്താ ഇന്നത്തെ കഥ? ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ സ്വഭാവം കണ്ടാൽ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോകല്ലേ ആൾക്കാർ ചെയ്യുന്നത്? അവിടേക്ക് എത്തി നാം. എന്തുകൊണ്ട്? നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ. അത് അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിച്ചില്ല. റസൂൽ നമുക്ക് ജീവിതത്തില്ല, വാക്കിലുണ്ട്, പ്രവൃത്തിയിലില്ല, പ്രകടനങ്ങളിലുണ്ട്, നമ്മുടെ ഉള്ളിലില്ല. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത്. നമുക്കതിലേക്ക് മടങ്ങാൻ സാധിക്കണം. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടത് സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം ഈ സൽസ്വഭാവത്തിന് നൽകിയ മഹത്വമാണ്. അത് ഭയങ്കരമാണ്. അത് കേവലം സ്വഭാവം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസമായി മാത്രമല്ല ഇസ്ലാം കണ്ടത്. അതൊരു മോറൽ ആക്ടിവിറ്റി മാത്രമല്ല. അല്ല സഹോദരന്മാരെ, അത് ഇബാദത്താണ്. ഇബാദത്താണെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടിമകൾ പരസ്പരം മത്സരിക്കേണ്ട ഒരു ഇബാദത്തിൻ്റെ ഇടമാണത്. കാരണം മഹാനായ നബി തങ്ങൾ ഒരിക്കൽ പ്രഖ്യാപിച്ചു, ഇന്ന അഹബ്ബിക്കും ഇലൈ വ അഖ്റബിക്കും മിന്നി ഫിൽ ആഖിറതി മജ്ലിസൻ ഉഹാസിനുക്കും അഖ്ലാഖ. വല്ലാത്തൊരു വാക്കാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, എൻ്റെ ഏറ്റവും തൊട്ടടുത്ത് ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഉണ്ടാവുക ആരാന്നാ പറഞ്ഞത്? എന്നെ കണ്ടവർന്നാ? എൻ്റെ സഹാബത്തുന്നാ? എൻ്റെ കൂടെ ജീവിച്ചവർന്നാ? അല്ല, ഉഹാസിനുക്കും അഖ്ലാഖ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ. തിരിച്ചും പറഞ്ഞു റസൂൽ,
വഇന്ന അബ്ഗളകും ഇലൈ വഅബ്അദകും മിന്നി ഫിൽ ആഖിറ അസ്വഉകും അഖ്ലാഖാ. ഓർക്കണം, പേടിച്ചുകൊണ്ടല്ല നമ്മൾ ഇത് കേൾക്കരുത്. എന്നോട് ഏറ്റവും അകന്നു നിൽക്കുന്നവർ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും ദൂരെയാകുന്നവർ ആരാണോ, ഏറ്റവും മോശമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എവിടെയാണ് എന്ന്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖല ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്. അല്ലാഹുവിൻ്റെ പക്കൽ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന പ്രവർത്തനമായി ഹുസ്നുൽ ഖുലുഖ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. സൽസ്വഭാവം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു എത്ര മനോഹരമാണത്, എന്തുമാത്രം പ്രാധാന്യം, എന്തുമാത്രം പ്രാധാന്യം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമി വൽ ഖായിം. ഒരു വിശ്വാസി തൻ്റെ സൽസ്വഭാവത്തിൻ്റെ നന്മ കൊണ്ട് നോമ്പ് നോൽക്കുന്നവൻ്റെയും രാത്രി നിന്ന് നമസ്കരിക്കുന്നവൻ്റെയും ഗ്രേഡിലേക്ക് എത്തും എന്ന്. നിങ്ങൾ പറയണം, ഇതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടത്? അല്ലേ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി പറഞ്ഞത്. ഒരിക്കൽ നബി തിരുമേനിയോട് വന്ന് ഒരു ഗ്രാമീണനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അക്സറു മാ യുദ്ഖിലുൻ നാസുൽ ജന്ന, എന്താണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും വലിയ കാരണമാകുന്ന ഒന്ന് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടെണ്ണം പറഞ്ഞു, തഖ്വല്ലാഹ് വഹ്സുനുൽ ഖുലുഖ്. തഖ്വല്ലാഹ് വഹ്സുനുൽ ഖുലുഖ്. ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധമാണെങ്കിൽ, രണ്ടാമത്തേത് നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്രമാത്രം പ്രാധാന്യമാണ്, ഇത്രമാത്രം പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജാമ്യം നിന്ന ഒരു കഥയുണ്ട്. നബി തിരുമേനി സദസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വർഗത്തിൻ്റെ ദറജാത്തുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്ത് ചോദിച്ചു, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ആരാണുണ്ടാവുക? കേൾക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈം ബിബൈത്തിൻ ഫീ റബ്ദി അത്റാഫിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖ്ബൻ. അർഹതയുണ്ടായിട്ടും തർക്കങ്ങളിൽ നിന്ന് മാറി നിന്നവന് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥലത്ത് ഒരു വീട് നൽകുമെന്ന് ഞാനിതാ ജാമ്യം നിൽക്കുന്നു. ഒന്ന്. വീണ്ടും നബി പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ്. കളവ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവൻ, കളവ് പറയുകയും ചെയ്യുകയും ചെയ്തതിൽ നിന്ന് മാറി നിന്നവൻ, അവന് സ്വർഗത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു വീട് നൽകുമെന്ന് ഞാനിതാ ജാമ്യം നിൽക്കുന്നു. ഇനി കേട്ടോ, വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ആർക്കായിരിക്കും? സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ ഫിർദൗസിൽ, അതാണ് ഉന്നതമായ ശ്രേണി. അവിടെ ഒരു വീട് കൊടുക്കുമെന്ന് ഞാനിതാ ജാമ്യം നിൽക്കുന്നു. ആർക്കാന്നറിയോ? ലിമൻ ഹസുന ഖുലുഖു. സ്വഭാവം നന്നാക്കിയവൻ. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അത്രമാത്രം പ്രാധാന്യമുണ്ട് ഇസ്ലാമിലത്. മൂന്നാമതായി നമ്മൾ ഓർക്കേണ്ടത്, ഏതൊരു സൊസൈറ്റിയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ആധാരം ആ സമൂഹത്തിൻ്റെ സ്വഭാവമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, ഒരു വ്യക്തിയുടെ പോലും നിലനിൽപ്പ് അങ്ങനെയല്ലേ. നമ്മളെക്കുറിച്ച് പറയുക എപ്പോഴാ? നിങ്ങൾ ആലോചിക്കൂ, എത്രയോ കാലം കഴിഞ്ഞവരെ കുറിച്ച് ഇപ്പോഴും നമ്മൾ സ്മരിക്കുന്നില്ലേ, പറയുന്നില്ലേ? എന്താ കാര്യം? എന്തുകൊണ്ടാ? അവരുടെ പണത്തിൻ്റെ പേരിലാണോ? അല്ലല്ലോ. ഒരുപാട് പണക്കാരൊക്കെ മരിച്ചുപോയി, ആരെങ്കിലും എന്തെങ്കിലും പറയില്ല? ഒന്നും പറയാറില്ല. അനന്തരാവകാശികളില്ലാത്ത ഒരു പണക്കാരൻ ഇന്ന് ദുബായിൽ മരിച്ചിട്ടുണ്ട്. അനന്തരാവകാശികളില്ല, മക്കളില്ല, കുടുംബമില്ല, ആരുമില്ല. അയാൾ ബില്യണറാണ്. എന്താ കാര്യം? ഇനി അയാളെ പറ്റി സംസാരിക്കും ആരെങ്കിലും? ഇല്ല. എപ്പോഴാണ് സംസാരം വരിക? അതൊരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തെക്കുറിച്ച് എപ്പോഴാണ് നല്ല സമൂഹമാണെന്ന് പറയുക? ആ സമൂഹത്തിന് മറ്റുള്ളവർക്ക് ഗുണം നൽകുന്നവരാകണം. അപ്പോഴാണ് സംസാരം ഉണ്ടാവുക. അതാണ് ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അങ്ങനെ ആയിരിക്കണം. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നാലാമതായി നാം ഓർക്കേണ്ടത്, സഹോദരങ്ങളെ,
സ്നേഹത്തിൻ്റെയും രമ്യതയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ സുപ്രധാനമായ കാരണം നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ സ്വഭാവ ഗുണം. അള്ളാഹു പഠിപ്പിച്ചില്ലേ, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും തുല്യമല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, നിന്നോടൊരാൾ തിന്മ ചെയ്താൽ അവനോട് നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ നിനക്കാവണം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, അപ്പോൾ നിന്റെയും ആ പക്ക ശത്രുതയുള്ളവന്റെയും ഇടയിൽ കഅന്നഹു വലിയുൻ ഹമീം, നിങ്ങൾ ഉറ്റ ദോസ്തുകളായി മാറും. ഹമീം, ഉറ്റ ചങ്ങാതികളായി മാറും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു, പക്ഷേ സബർ എന്ന ഗുണമുള്ളവർക്കേ ഇത് കിട്ടൂ. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അദീം, മഹാഭാഗ്യവാന്മാർക്കേ ഇത് കിട്ടൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഒരു സംഭവമെങ്കിലും ഓർക്കാനുണ്ടോ നിങ്ങൾക്ക്? എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ തിരിച്ച് നന്മ ചെയ്തു എന്ന് പറയാൻ. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? സ്വന്തം മാതാപിതാക്കളുടെ പക്കൽ നിന്ന് പോലും എന്തെങ്കിലും നഖക്ഷതങ്ങൾ, ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് പുറത്തു കൊടുക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം നമ്മൾ അധപതിച്ചു പോയില്ലേ? നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്തുമാത്രം ദുര്യോഗം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ഇതാ. വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. സഹോദരൻ, സ്നേഹമുണ്ടാകണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. ചരിത്രം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുറൈശികൾ ആരായിരുന്നു? അൽ അമീനായിരുന്നില്ല ആദ്യം, അല്ലേ? അമാനത്താണ് ഏറ്റവും ഉത്തമമായ സ്വഭാവം. തിരുമേനി അൽ അമീനായിരുന്നു. പക്ഷേ തിരുമേനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ടവനായി നബി മാറിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ആ ശത്രുത വലിയ സ്നേഹമായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വല്ല മാജിക് സ്റ്റിക്കും ഉണ്ടായിരുന്നു അത് മാറ്റാനുള്ള? ഇല്ലല്ലോ. നബിയുടെ മാജിക് സ്റ്റിക്ക് എന്തായിരുന്നു? അള്ളാഹു പറഞ്ഞു, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്, നീ ഒരു പരുഷ പ്രകൃതക്കാരനായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യൻ നിന്നോട് അടുക്കുമായിരുന്നില്ല. ഒരു മനുഷ്യനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഛേ എന്ന് പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കേണ്ടത്. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ചെയ്യേണ്ടത് സഹോദരന്മാരെ ഇതാണ്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത്, ഒരു ചീത്ത നമ്മളോട് ചെയ്തവനോട് തിരിച്ച് ചീത്ത ചെയ്ത് പ്രതികാരം ചെയ്യാനാവും എന്ന് നമ്മൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അവനോട് നന്മ ചെയ്യൂ. അതാണ് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ചത്. അഞ്ചാമതായി സഹോദരങ്ങളെ ഓർക്കണം, സൽസ്വഭാവമെന്ന് പറയുന്നത് രണ്ട് സൗന്ദര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. രണ്ട് സൗന്ദര്യങ്ങളുണ്ട്. ഒന്ന് ജമാലുൻ ഹിസ്സിയാണ്, ഫിസിക്കലായ സൗന്ദര്യം. നമ്മുടെ പുറത്തൊക്കെ കാണുന്ന ഈ സൗന്ദര്യം ഉണ്ടല്ലോ, എൻ്റെ രൂപം, എൻ്റെ ഭാവം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ വണ്ടി, എൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത്, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മുടെ ആന്തരിക ഭംഗിയാണ്, ആന്തരിക സൗന്ദര്യം. അതെവിടെയാണുള്ളത്? അതെൻ്റെ മനസ്സിൽ, എൻ്റെ പ്രകൃതത്തിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സാമർഥ്യത്തിൽ, എൻ്റെ ജനങ്ങളുമായുള്ള ഡീലിങ്സിൽ, വിനിമയങ്ങളിൽ, അവിടെയാണ്. അതുകൊണ്ടാണ് മഹാനായ കവി ഷൗക്കി പറയുന്നുണ്ട്, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുനാ, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുനാ, ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി. സൗന്ദര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ വിചാരിച്ചത് അങ്ങനെ, ഇത് നമ്മുടെ ഡ്രസ്സാണ് നമ്മുടെ സൗന്ദര്യം നിർണ്ണയിക്കുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ ഡ്രസ്സാ, അങ്ങനെയാണ് മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞു, അല്ല, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസയ്യിനുനാ, നമുക്ക് ഭംഗി നൽകുന്ന വസ്ത്രങ്ങളല്ല നമ്മുടെ ഒറിജിനൽ ബ്യൂട്ടി. ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി. ജമാലുൽ ഇൽം, ജമാലുൽ അദബ്, അതാണ് നമ്മുടെ ബ്യൂട്ടി. നമുക്ക് വിജ്ഞാനം ഉണ്ടാകണം. ജമാലുൽ ഇൽം, വിജ്ഞാനത്തിൻ്റെ ബ്യൂട്ടി ഉണ്ട്. ജമാലുൽ അദബ്, ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട അദബുണ്ടല്ലോ, പണ്ടേ നമ്മൾ പറയാറില്ലേ അദബുകൾ, ആ അദബുകളുണ്ട്.
അതാണ് രണ്ട് സൗന്ദര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ബാഹ്യമായ സൗന്ദര്യമാണ്, രണ്ടാമത്തേത് ആന്തരികമായ സൗന്ദര്യമാണ്. ഇതിൽ ഈ ആന്തരികമായ സൗന്ദര്യത്തിനാണ് ഏറ്റവും ബ്യൂട്ടിയുള്ളത്. ആ ബ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഔറത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വളരെ മനോഹരമായാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഔറത്തുൽ ജിസ്മാണ്, ശരീരത്തിൻ്റെ ഔറത്ത്. എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ അഴിച്ചിട്ടാൽ എൻ്റെ ഔറത്ത് കാണാൻ പാടില്ലാത്തതൊക്കെ നിങ്ങൾ കാണും, ഔറത്തുൽ ജിസ്ം. രണ്ടാമത്തേത് ഔറത്തുൻ നഫ്സാണ്. നമ്മുടെ ഹൃദയത്തിനൊരു ഔറത്തുണ്ട്, നമ്മുടെ ഹൃദയത്തിനൊരു ഔറത്തുണ്ട്. നോക്കൂ, ഒന്നാമത്തെ ഔറത്ത് നമുക്ക് ഡ്രസ്സുകളെ കൊണ്ട് തീർക്കാം. രണ്ടാമത്തെ ഔറത്ത് എന്തുകൊണ്ട് തീരും? ഒന്നാമത്തെ ഔറത്ത്, ശരീരത്തിൻ്റെ ഔറത്ത് നമുക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയാൽ മറച്ചു വെക്കാം. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഔറത്ത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഔറത്ത് മറച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. ഉന്നതമായ ഒരു സ്വഭാവമുണ്ട്. അല്ലാഹു തആല അത് പറയുന്നുണ്ട്. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ. ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകാൻ വേണ്ടി നാം നല്ല വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഒന്ന് അതാണ്. രണ്ടാമത്തേതോ, തുടർന്ന് അതേ വചനത്തിൽ പറയുന്നു വലിബാസു തഖ്വാ. വേറൊരു വസ്ത്രമുണ്ട്. രണ്ടാമത്തെ നമ്മുടെ ഔറത്ത് മറക്കുന്ന വസ്ത്രം അതേതാ? ലിബാസു തഖ്വ. തഖ്വയാണ് സഹോദര സൽസ്വഭാവത്തിന്റെ അടിസ്ഥാനം. വലിബാസു തഖ്വ ദാലിക ഖൈർ. ആ രണ്ടാമത്തെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. ആ വസ്ത്രം നിങ്ങളൊക്കെ അണിയണം. ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹ് ലഅല്ലഹും യദ്ദക്കറൂൻ. അത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ രണ്ട് ഔറത്തുകൾ നമുക്ക് നിശ്ചയിച്ചു, രണ്ട് ഡ്രസ്സുകൾ നമുക്ക് നൽകി. ഒന്നാമത്തേത് ശരീരത്തെ മറക്കാനുള്ള ഡ്രസ്സാണെങ്കിൽ, രണ്ടാമത്തേത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ മറക്കാനുള്ള ഡ്രസ്സാണ്. അതാണ് തഖ്വ. ആ തഖ്വയാണ് സഹോദര നമ്മുടെ സൽസ്വഭാവത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ ഓർക്കുക, ഇതിലേക്ക് നമുക്ക് എത്താൻ ചില മാർഗങ്ങളും വഴികളുമുണ്ട്. മഹാനായ നബി തങ്ങളത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ആ മാർഗങ്ങളും വഴികളും നമ്മൾ തേടണം, അന്വേഷിക്കണം, പഠിക്കണം. അതിലൊന്നാമത്തെ മാർഗം സലാമത്തുൽ അഖീദയാണ്. നമ്മുടെ അഖീദ പരിശുദ്ധമാകണം, എങ്കിലേ സ്വഭാവം നന്നാകൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ സ്വഭാവവും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നാം ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിൻ്റെ, ചിന്തയുടെ, ഈമാനിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ടാണ് യഥാർത്ഥത്തിൽ. ആരാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്? അത് കുടിക്കുന്നതിൽ നിന്ന്, ഇത് കാണുന്നതിൽ നിന്ന്, അവനെ പിടിക്കുന്നതിൽ നിന്ന്, അവളെ പിടിക്കുന്നതിൽ നിന്ന് ആരാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്നത്? ആരാ? അക്മലുൽ മുഅ്മിനീന ഈമാനൻ. ആരാ? ഹസ്സനുഹും അഖ്ലാഖ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഏറ്റവും നോക്കൂ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, ഏറ്റവും പരിപൂർണമായി ഈമാൻ നിറഞ്ഞവൻ ആരാന്നറിയോ? ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് അഖീദ. അത് പരിശുദ്ധമാകുമ്പോൾ നമ്മുടെ സ്വഭാവം നന്നാകും. അപ്പോൾ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അഖീദ സലാമത്താകാനാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പ്രവാചകന്മാരെയാണ് അയച്ചത്. എന്തിനാ? നമ്മുടെ അഖീദയെ ശുദ്ധിയാക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ശുദ്ധിയാക്കി നമ്മുടെ ഈമാൻ വിപുലീകരിച്ചാൽ നാം ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറും. രണ്ടാമതായി സഹോദരങ്ങളെ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും മാറണം. അതുകൊണ്ടാണ് ഞാനിത് മാറാനുള്ള കാര്യം പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോട് നാം നിരന്തരം ചോദിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചോ? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചില്ലേ? ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്. അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി.
അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി, ഓ എൻ്റെ രൂപം അതിമനോഹരമാക്കി തന്ന റബ്ബേ, എന്നെ കണ്ടാൽ ആരും നോക്കും അല്ലേ, ചിരിക്കും, കെട്ടിപ്പിടിക്കും. അതുപോലെ ഫഅഹ്സിൻ ഖുലുഖി, ഫഅഹ്സിൻ ഖുലുഖി. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നതാണ് ഈ വചനം. നിങ്ങൾ ആലോചിക്കണം എന്തുമാത്രം അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉമ്മ കേട്ടിട്ടുണ്ടാകുമെന്ന്. എൻ്റെ സ്വഭാവം, എൻ്റെ പ്രകൃതം റബ്ബേ നീ നന്നാക്കി തന്നില്ലേ, എൻ്റെ രൂപം, എൻ്റെ ഫിസിക്കൽ ഭയങ്കരമാണ്, അതുപോലെ ഫഅഹ്സിൻ ഖുലുഖി, എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണമേ. ആരാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ ഇത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പണ്ടേ കാണാതെ പഠിച്ചു വെച്ച ഒരു വരിയാണല്ലോ അത്. അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. നിനക്കല്ലാതെ എന്നെ സൽസ്വഭാവത്തിലേക്ക് വഴി നടത്താൻ കഴിയില്ല റബ്ബേ. വസ്രിഫ് അന്നി സയ്യിഅഹാ, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ നീ മാറ്റണമേ. ലാ യസ്രിഫ് അൻ സയ്യിഅഹാ ഇല്ലാ അൻത്. നിനക്കല്ലാതെ ചീത്ത സ്വഭാവത്തിൽ നിന്ന് എന്നെ മുക്തമാക്കാൻ കഴിയില്ല റബ്ബേ. അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു. മറ്റൊരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, അഖ്ലാഖുകളിലെ മുൻകറാത്തുകൾ, മോശമായ കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന്, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, മോശമായ തോന്നലുകളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ എന്ന് നമ്മളും പ്രാർത്ഥിക്കണം സഹോദരന്മാരെ, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് മുജാഹദത്താണ്, പരിശ്രമമാണ്. ഞാൻ ചീത്തയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടും കാര്യമില്ല. പരിശ്രമിക്കണം. എന്ത് പരിശ്രമം? വല്ലദീന ജാഹദൂ ഫീ, അല്ലാഹു തആല പറയാ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. എന്തു മനോഹരമാണ് വാക്കറിയോ. നമ്മുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഠിന പ്രയത്നം ആരെങ്കിലും ചെയ്താൽ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിലേക്ക് നാം അവനെ വഴി നടത്തുക തന്നെ ചെയ്യും. അല്ലാഹു തആല വാഗ്ദത്തമാണ്, വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. കാരണം നിശ്ചയമായും അല്ലാഹു മുഹ്സിനുകളുടെ കൂടെ തന്നെയാണ്. എന്താ സഹോദരന്മാരെ മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ? എന്താണ് മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ? കഠിന പ്രയത്നമാണ്. കഠിന പ്രയത്നം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തുള്ള അതല്ല. ഞാൻ ദേഷ്യം പിടിച്ചു പോയില്ലേ, സാരല്ല, എന്നോട് ക്ഷമിക്കണം എന്ന് ഒരിക്കൽ പറയുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് നന്നാകണമെന്ന് ഞാൻ പറയുന്നതല്ല. അതിന് കഠിന പരിശ്രമം ഏതുവരെ വേണം? അൻ യുജാഹിദ നഫ്സഹു ഹത്താ യമൂത്ത്, മരിക്കുന്നത് വരെ തുടരണം. കാരണം ശൈത്താൻ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാഹു തആലയുടെ വാക്കില്ലേ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെയാണ് യഖീൻ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, അതാണ് മരണം വരെ. അപ്പോൾ ആ പരിശ്രമം നിരന്തരം വേണം. നമ്മൾ പരസ്പരം നോക്കൂ. അതുകൊണ്ടല്ലേ നമ്മളെക്കുറിച്ച് പറഞ്ഞത് എന്താ? വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മാഷാ അല്ലാഹ്, എന്താണ് ആ വാക്ക്? ഭയങ്കര സർട്ടിഫിക്കറ്റാ. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ഔലിയാക്കളാകണം. എന്താ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഉറ്റമിത്രങ്ങൾ, വല്ലാത്ത ദോസ്തുകളാകണം. എന്താ ദോസ്തിൻ്റെ പ്രത്യേകത? എന്തിനാണ് ഇത് പറഞ്ഞത്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എന്നും നിങ്ങൾ ചീത്ത കാണും, നിങ്ങൾ എൻ്റെ ചെവിടിൽ പറയണം. ഞാനൊരു നന്മ ചെയ്തെങ്കിൽ എന്നാഗ്രഹിക്കും, നിങ്ങൾ എന്നോട് വന്ന് പറയണം. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നമ്മൾ അങ്ങനെയാകേണ്ടത്. നമ്മൾ പരിശോധിക്കണം, അതാണോ? അതെന്തിനാണ് അങ്ങനെ നിശ്ചയിച്ചത്? ഇത് തെറ്റിപ്പോകുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം പരിശ്രമം ഒരു ക്ലാസ്സിൽ അവസാനിക്കരുത്. എല്ലാവരും ശ്രദ്ധിച്ചോ, ഒരു ദിവസം കൊണ്ട് അവസാനിക്കരുത്, നിരന്തരം ഉണ്ടാകണം. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ ക്രൈസിസ് ഇതാണല്ലോ. ആ ക്രൈസിസിനെ നേരിടണമെങ്കിൽ ശക്തമായ ആയുധം നമ്മുടെ കയ്യിലുണ്ടാകണം.
അത് മുജാഹദത്ത് എന്ന ആയുധമാണ്. ഞാൻ ശക്തമായി പരിശ്രമിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി, എന്നെ എൻ്റെ സൽസ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അതിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4-ാമത്തെ കാര്യം മുഹാസബത്ത് ഉണ്ടാകണം. മുഹാസബത്ത്, ആത്മവിചാരണ നടത്തണം. ഒരു ചീത്ത സ്വഭാവം എന്നിൽ നിന്ന് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും പിടിച്ചു നിൽക്കരുത്. നമുക്കുള്ളൊരു പ്രശ്നം അതാ. നമ്മൾ വെറുതെ വാദിക്കും, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല, അതല്ല വേണ്ടത്. നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക്. അള്ളാഹു റസൂലിനെ പഠിപ്പിച്ചില്ലേ നിങ്ങളോട് ചോദിക്കാൻ? ആരോട് ചോദിക്കാനാ പറഞ്ഞത്? ഇസ്തഫ്തി ഖൽബക്. നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്ക്. മനസ്സാക്ഷി പറഞ്ഞു തരും നിനക്ക് പറഞ്ഞു തരും. അതാണ് മുഹാസബ സഹോദരന്മാരെ. എന്തിനാണെന്നറിയോ? മുഹാസബ തന്നെ, ഇത്തരം ഒരു ആത്മവിചാരണ തന്നെ സത്യത്തിൽ ഒരു വലിയ സൽക്കർമ്മമാണ്. ഈ ആത്മവിചാരണ തന്നെ. ഇനി അവിടെയും അവസാനിക്കുന്നില്ല, വലിയ സൽക്കർമ്മമാണ്. സഹാബത്തൊക്കെ ഒന്നിച്ചിരുന്ന് പലപ്പോഴും ചെയ്തിരുന്നതാണ് ഈ ആത്മവിചാരണ. അവിടെയും അവസാനിച്ചില്ല. ആ ആത്മവിചാരണയിലൂടെ മാത്രമാണ് സഹോദരന്മാരെ നമുക്ക് നമ്മളെ നന്നാക്കാൻ സാധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എപ്പോഴും ഉണ്ടാവും ഒരു കുത്ത്, മനസ്സാക്ഷി കുത്ത് നമ്മൾ പറയില്ലേ, ആ കുത്ത് എപ്പോഴാ പോവുക? ആ സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റുമ്പോൾ അല്ലേ? അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവിടേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതാണ് ഇവിടെ നമ്മൾ പരാജയപ്പെടുകയാണ്. കുടുംബജീവിതത്തിൽ പോലും മനുഷ്യർ പരാജയപ്പെടുന്നു. ആണും പെണ്ണും പരാജയപ്പെടുന്നു. എന്താ കാരണം? അല്ലാഹുവിൻ്റെ റസൂൽ 3 കാര്യം പറഞ്ഞു. ഫഅഫു വസ്ഫഹു. വല്ലാത്ത കാര്യമല്ലേ? അഫുവും കാണിക്കണം, സഫും കാണിക്കണം. പോരാ, അവസാനത്തേത് മഗ്ഫിറത്താണ്. അതും വേണം. അഫ് എന്താ? മായ്ച്ചു കളയാൻ കഴിയണം. സഫ് എന്താ? അതിൻ്റെ പേരിൽ ഒരു ശിക്ഷ നടപ്പാക്കാൻ പോകരുത്. അതാണ് പറഞ്ഞത്. ഒരിക്കലും നമ്മൾ പോകരുത്. നമുക്ക് മായ്ച്ചു കളയാനാവണം. എത്ര മായ്ച്ചു കളയുന്നുവോ അത്രയും നമ്മൾ ഉന്നതന്മാരായി മാറും. അപ്പോഴല്ലേ ജീവിതം നന്നാകുക. അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടാകും, പക്ഷെ ശിക്ഷിക്കാൻ പോകരുത്. ആ ഒരു ഗ്രേഡിലേക്ക് നമുക്കെത്താൻ മുഹാസബത്ത് നമ്മളെ എത്തിക്കണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സഹോദരന്മാരെ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ അതായിരുന്നു. അതോടൊപ്പം സഹോദരന്മാരെ, 5-ാമതായി നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് സൽസ്വഭാവം ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് കിട്ടാവുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. വലിയ നേട്ടമാണ് അല്ലേ? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ സൽസ്വഭാവികളാകാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് ബിസിനസ്സിലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇതുപോലെയുള്ള കോഴ്സുകളും ഒക്കെ നടക്കുന്നത് ബിസിനസ് രംഗത്താണ്. നിങ്ങൾ ചിന്തിച്ചിനോ എന്താ കാരണം? അതാണ് വളർച്ചയുടെ അടിസ്ഥാനം. പക്ഷേ അവിടെ ഒരു തസന്നുണ്ട്, കൃത്രിമത്വമുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ അല്ലേ? ഒന്ന് ചിരിച്ച് കാണിക്കണമെന്നാണ് സെയിൽസ്മാനോട് മുതലാളി പറയുന്നത്, അല്ലെങ്കിൽ ഈ മോട്ടിവേറ്റർ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ആ ചിരിച്ച് കാണിക്കലാകരുത്, അത് സദഖയാകണം. എന്താ സദഖ? അല്ലാഹു റസൂൽ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചു പോയത് അതാണല്ലോ. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പുഞ്ചിരിക്കാനാവുമെങ്കിൽ അത് സദഖയാണ്. എന്താ സദഖ? മിൻ സിദ്ഖിൽ ഖൽബ്. അതായിരിക്കണം, ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരികളാകണം. മറ്റേ വേണ്ട. അത് പിന്നെ ഇവർ പറയുന്ന ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന പുഞ്ചിരിയാണ്. അതുകൊണ്ട് ആ ചിരിയല്ല വേണ്ടത്, ആ പ്ലസൻ്റ് അല്ല വേണ്ടത്. നമ്മൾ അങ്ങനെയല്ല ആകേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. യാ സലാം, റുഹമാഉ ബൈനഹും. അവർക്കിടയിൽ പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, ഏഷണിയില്ല, പരദൂഷണമില്ല. അവർക്കിടയിൽ റുഹമാഉ ബൈനഹും, കാരുണ്യം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. അതാണ് അത്ഭുതകരമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ വളർത്തിയെടുത്ത സമൂഹത്തിൻ്റെ കഥ, സഹാബത്തിൻ്റെ കഥ.
സഹാബത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ വളർത്തിയെടുത്തത് അനുയായികളെയല്ല. നേതാവും അനുയായിയുമായിരുന്നില്ല റസൂലും റസൂലിനെ പിൻപറ്റിയവരും, മറിച്ച് സഹാബത്തായിരുന്നു. എന്താ സഹാബത്ത് എന്ന് പറഞ്ഞാൽ? റസൂലിൻ്റെ കൂടെ ജീവിച്ചവർ. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, ഒരു വെറുപ്പുമില്ലാതെ, ഒരു വിദ്വേഷവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ. നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജിന് പോകുമ്പോൾ പിന്നാലെ നടന്ന ഒരു മനുഷ്യനുണ്ട് ചരിത്രത്തിൽ. അദ്ദേഹത്തെ ചരിത്രം വിളിക്കുന്നത് ഇമാമു മുത്തബിഉ സുന്ന എന്നാണ്. സുന്നത്തിനെ പിൻപറ്റുന്നതിൽ ലീഡറായി വന്ന മനുഷ്യൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു അത്ഭുതമാണ്. എപ്രകാരം അവർ റസൂലിനെ നെഞ്ചിലേറ്റി എന്നതിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് നബിക്കൊരു മൂത്രശങ്കയുണ്ടായി. നബി തിരുമേനി കുറച്ച് മാറി നിന്ന് അവിടെ പോയി മൂത്രമൊഴിച്ച് ആ സ്ഥലം അടയാളപ്പെടുത്തുകയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. പിറ്റത്തെ വർഷം ഹജ്ജിന് പോകുമ്പോൾ അതേ സ്ഥലത്ത് അദ്ദേഹം മൂത്രമൊഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു പഴങ്കഥയല്ല, ഇതൊരു സമൂഹത്തിൻ്റെ നഗ്നമായ ചിത്രമാണ്, വളരെ കൃത്യമായ ചിത്രം. നമുക്കെത്താൻ കഴിയേണ്ട അതവിടേക്കാണ്. റസൂലുള്ള അതായിരിക്കണം, നമുക്ക് അതായിരിക്കണം. നോക്കൂ, റസൂലുള്ള എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ശക്തമായി വളരേണ്ട 3 വികാരമുണ്ട്. 3 വികാരം, അതാണ് നമ്മളെ മാറ്റുക. ഒന്നാമത്തേത് റസൂലിനോടുള്ള കടുപ്പമുള്ള സ്നേഹമാണ്, മഹബ്ബത്ത്. റസൂലിനേക്കാൾ വലിയ ഒരു സ്നേഹിക്കേണ്ടവൾ എനിക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് താഅത്താണ്. റസൂലിനെ അനുസരിക്കാൻ കഴിയണം. റസൂൽ മരിച്ചു, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ചര്യയെ അനുസരിക്കലാണ്. മൂന്നാമത്തേത് ഇത്തിബാഅാണ്. ഇത്തിബാ, ഫോളോ ചെയ്യണം. ഇബ്നു ഉമർ ഫോളോ ചെയ്തതുപോലെ നമുക്ക് കഴിയില്ല അത്ര. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിക്കാത്ത വല്ലതുണ്ടോ? നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം നമ്മുടെ ഉള്ളിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ 3 വികാരവും വരും. അൽ മഹബ്ബത്തു വത്താഅതു വലിത്തിബാ. വെറുതെ വരും, വെറുതെ കടന്നു വരും. പക്ഷെ റസൂൽ നമ്മുടെ ഉള്ളിൽ, റസൂലിനെ നമ്മൾ കാണേണ്ടത് ഈ കണ്ണുകൊണ്ടല്ല. നമുക്ക് തെറ്റുപറ്റിയത് അവിടെയാണ്. നമ്മൾ റസൂലിനെ കാണേണ്ടത് നമ്മുടെ ആന്തരിക കണ്ണുകളെ കൊണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു കണ്ണിനെക്കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിക്കും എന്ന് പറഞ്ഞില്ലേ? ഹൃദയത്തിനൊരു കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് റസൂലിനെ കണ്ടാൽ ഈ 3 സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ്. അബൂ സുഫിയാൻ റസൂലിനെ കണ്ടില്ലേ? അബൂലഹബും കണ്ടില്ലേ? കാണാത്തത് കൊണ്ടല്ലോ. പക്ഷെ രണ്ടാളും കണ്ടെടുത്തൊരു വ്യത്യാസമുണ്ട്. അതെന്താ? അബൂ സുഫിയാൻ റസൂലിനെ കണ്ടത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ്. ആദ്യമൊക്കെ റസൂലിനെ എതിർത്തെങ്കിലും അന്ന് റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് റസൂലിനെ കണ്ടു. അബൂലഹബും ഈ കണ്ണുകൊണ്ട് റസൂലിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റസൂലിനെ കിട്ടിയില്ല. നമ്മൾ ആലോചിക്കണം, നാം അബൂ സുഫിയാൻ്റെ ആളുകളാണോ അബൂലഹബിൻ്റെ ആളുകളാണോ? എവിടെയാണ് നാം? നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കണം, ഒരിക്കൽ പോലും നമുക്ക് നിരാശ വരരുത്. ഒരിക്കൽ പോലും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഡിക്ഷണറി ഇല്ലാത്ത ഒരു പദത്തിൻ്റെ പേരാണ് അൽ യഅ്സ്. മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പദത്തിൻ്റെ പേരാണ് നിരാശ. നോ, ഞാൻ നന്നാവില്ല എന്നാരും വിചാരിക്കട്ട. ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലുണ്ട്. ചില കുടുംബിനികൾ കുടുംബ നേതൃത്വത്തോട് പറയാറുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്, നിങ്ങളൊരിക്കലും നന്നാവില്ല. അപ്പോൾ എനിക്കും തോന്നുക ഞാൻ നന്നാവില്ലല്ലേ. ആരാ അത് പറയാൻ? ഒരിക്കലും ചെയ്യരുത്. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്.
അള്ളാഹു നൽകാനിരിക്കുന്ന റൗഹിനെ കുറിച്ച്, ആശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്ക് നിരാശ വരരുത്. കാരണം ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളെ നിരാശരാകും. നമ്മൾ നിരാശരാകാൻ പാടില്ല. ഒരിക്കലും നിരാശയായ നമ്മൾ പണിയെടുക്കേണ്ടവരാണ്, പരിശ്രമിക്കേണ്ടവരാണ്. നിരാശയുടെ ആളുകളാകാൻ പാടില്ല. അതോടൊപ്പം ശ്രദ്ധിക്കണം, നമുക്ക് നല്ല ഹിമ്മത്തുണ്ടാകണം. നമ്മൾ സഹോദരന്മാരെ സാധാരണ മനുഷ്യരല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ദുബായിയുടെ എല്ലാ വിധത്തിലുള്ള ആഘോഷത്തിമർപ്പുകളും നടക്കുന്ന ഈ ഘട്ടത്തിൽ കറാമയിലെ ഈ ഒരു പള്ളിയുടെ ഓരത്ത്, ഈ പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെ പറയാനും കേൾക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ നാം സാധാരണക്കാരല്ല. അള്ളാഹു ബഹുമാനിച്ചവരാണ്, ആദരിച്ചവരാണ്. ആ ഒരു കരുത്ത് നമുക്കുണ്ടാകണം. നമ്മളാരും വിചാരിക്കുക അൻതുമുൽ അഅലൂൻ. നമ്മൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും സമൂഹത്തെ നിരാശപ്പെടുത്തിയില്ല. ഒരിക്കൽ പോലും. എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പിടിച്ചു നിന്നു, ഉറക്കെ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ, ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. നമുക്ക് പറയാനാ വേണ്ടത് അതാകണം. നമുക്ക് അള്ളാഹു ഉണ്ട്. അള്ളാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളവൻ. ആ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച്, ആ അള്ളാഹുവിൽ വിശ്വസിച്ച്, ആ അള്ളാഹു നമുക്ക് കരുത്ത് നൽകുമെന്ന ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അതിലേക്കാണ് നാം എത്തേണ്ടത് സഹോദരന്മാരെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം നന്നാവുക. ഏറ്റവും അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, മുസ്ലിങ്ങൾക്കുണ്ടാകേണ്ട ഒരു വലിയ ഗുണമുണ്ട്. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഗുണം, സഹാബത്തിലൂടെ കിട്ടിയ ഒരു ഗുണം, സലഫ് സാലിഹുകൾ മുഴുവൻ എത്തിച്ച ഒരു ഗുണം, അത് അത്തഗാളി അല്ലെങ്കിൽ അത്തഗാഫുൽ എന്ന ഗുണമാണ്. എന്താ തഗാഫുൽ എന്ന് പറഞ്ഞാൽ? അത് ശ്രദ്ധിക്കണ്ടേ, അത് ശ്രദ്ധിക്കാതിരിക്കുക. ഏതാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സമൂഹത്തിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും, മക്കളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും, സഹോദരന്മാരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകും. അത് വലിയൊരു ഗുണമാണ്. നോക്കൂ, എപ്പോഴും ചിന്തിച്ചോളി, സൽസ്വഭാവിയാകാൻ ഏറ്റവും നല്ല ഗുണം ചില കാര്യങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കല. കേട്ടിട്ടില്ല ഇതൊരു നല്ല സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവം. അവിടെയാണ് ഇമാം ഇബ്നുൽ അസീർ റഹിമഹുല്ലാ സലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ച് പറയുന്നുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി നിങ്ങൾക്കറിയാലോ, ഖുദ്സിൻ്റെ മോചകൻ, ഇസ്ലാമിൻ്റെ വീരനായകൻ. സലാഹുദ്ദീൻ അയ്യൂബി ധീരനാണ്, ശൂരനാണ്. പക്ഷേ അദ്ദേഹത്തെ പറയുന്നൊരു വാചകമുണ്ട്, വകാന സബൂറൻ അലാ മാ യക്റഹ് കസീറു തഗാഫുൽ അൻ ദുനൂബി അസ്ഹാബിഹി. വെറുക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായാൽ അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. അതെ, തൻ്റെ സ്വന്തം അനുയായികളിൽ നിന്ന് അത്തരത്തിലുള്ള വല്ലതുമുണ്ടായാൽ അദ്ദേഹം കൂടുതൽ തഗാഫുൽ കാണിക്കും. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എത്ര മനോഹരമായ സ്വഭാവമാണെന്ന്. നമ്മളിത് ആവശ്യമില്ലാത്തതിനൊക്കെ ഭയങ്കരമായിട്ട് സീരിയസ്നെസ് നൽകുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നശിച്ചു പോകും, നമ്മൾ തകർന്നു പോകും. അങ്ങനെയാണ്, ആ ഒരു രൂപത്തിലുള്ള മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. സഹോദരന്മാരെ, ജാഹിലുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്താണ് ജാഹിലുകളോടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പഠിപ്പിച്ചില്ലേ, ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലി. 3 സ്റ്റെപ്പാണ് വേണ്ടത്. ഒന്നാമത്തേത് അഫ്വാണ്, മാപ്പ് കൊടുക്കുക. വിടുന്നേ, നമ്മളിങ്ങനെ തലയെ കയറ്റണം. എന്തിനാ? നമ്മളെ ജീവിതം തകരും, നമ്മൾ നശിച്ചു പോകും. അവനെക്കുറിച്ച് ചീത്ത ചിന്തിച്ച് നമ്മുടെ നന്മയൊക്കെ അവൻ്റെ ഏടിലേക്ക് പോകും. ചിന്തിച്ചാൽ മതി, പോകും. അതുകൊണ്ട് മാറ്. ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ്. ഉർഫ് മാത്രം പറഞ്ഞു കൊടുക്ക്, നല്ലത് പറഞ്ഞു കൊടുക്ക്. അവനത് ചെയ്തു, ഇവനെ ചെയ്തു എന്ന് പറയല്ലേ. വഅരിദ് അനിൽ ജാഹിലീൻ. എന്നിട്ടും നന്നാവാത്തവൻ്റെ പേര് ജാഹിലെന്നാ. ആ ജാഹിലിനെ വിട്ടേക്ക്. ആ ജാഹിലിൻ്റെ പിന്നാലെ പോകാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ആ ജാഹിലിനെ വിടണം.
അതാണ് വേണ്ടത്. അതിലേക്കാണ് നാം നോക്കൂ. ഒരിക്കലും നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു മനോഹരമായ വാക്യമുണ്ട്, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അഫ്വ് കൊടുത്തിട്ട് ഒരാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തതുകൊണ്ട് അള്ളാഹു അവന് ഇസ്സത്തല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കൂല. ആഹാ, ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കണോ? ഞാൻ താഴണോ? താഴണം. എന്തുകൊണ്ടാ? അള്ളാഹു എനിക്ക് ഇസ്സത്ത് തരും. വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. ഓർക്കണം, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ ഇല്ലാ റഫഅഹു അല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്താതിരിക്കുകയില്ല. നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഉയർത്തലാണോ? അള്ളാഹുവിൻ്റെ ഇസ്സത്താണോ? അതല്ല എപ്പോഴാ പോവുക എന്നറിയാത്ത ഈ ദുനിയാവിലെ ഇസ്സത്താണോ? നമ്മളെ ചിന്ത അതായിരിക്കും. ഇവിടുത്തെ ഞങ്ങളെ തറവാടിനൊരു മോശമാണത്, നമ്മളെ കുടുംബത്തിനൊരു മോശമാണ്. അല്ല, ഒക്കെ മോശമായിക്കോട്ടെ, നമുക്ക് സാധിക്കേണ്ടത് അങ്ങോട്ടെത്തണം. അതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുല്ല, അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നല്ലോ, അദ്ദേഹം പാടിയ മനോഹരമായൊരു വരിയുണ്ട്, അറഹ്തു നഫ്സി മിൻ ദുൽമിൽ അദാവാതി ലമ്മാ അഫൗതു വലം അഹ്ഖിദ് അലാ അഹദി. അറഹ്തു നഫ്സി മിൻ ദുൽമിൽ അദാവാതി, മുഴുവൻ ശത്രുക്കളുടെയും അക്രമങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സിന് വിശ്രമം നൽകി. എൻ്റെ മനസ്സിൽ ഞാൻ അതിന് എൻട്രൻസ് കൊടുക്കൂല. ഇപ്പം എന്ത് സുഖം ഉണ്ടാവും? എന്നിട്ട് അടുത്ത വരി അദ്ദേഹം പറഞ്ഞു, ലമ്മാ അഫൗതു വലം അഹ്ഖിദ് അലാ അഹദി. എപ്പോഴാണ് എൻ്റെ മനസ്സിന് വിശ്രമം കിട്ടിയത്? ഞാൻ അഫ്വ് കൊടുക്കുകയും ആരോടും ഞാൻ പകവെക്കാതിരിക്കുകയും ചെയ്തപ്പോൾ. എത്തണ്ടേ നമുക്കതിലേക്ക്? അള്ളാഹുവിൻ്റെ റസൂൽ അതാണ് നമുക്ക് കാണിച്ചു പഠിച്ചു. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വഭാവ സംസ്കരണം ഉണ്ടാകേണ്ടത് നബി ജീവിതത്തിൽ നിന്ന് തന്നെയാകണം. നബി ജീവിതം സംസ്കരിക്കാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത് നിൽക്കുക നമ്മുടെ കുടുംബത്തോടായിരിക്കും, അല്ലേ? എൻ്റെ നന്മയും തിന്മയും പറയേണ്ടത് എൻ്റെ കുടുംബമായിരിക്കണം. ആ നന്മയും തിന്മയും നോക്കൂ, ഒരിക്കലും സഹോദരങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുള്ളതാകരുത്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. അള്ളാഹു റസൂൽ പഠിപ്പിച്ചു, നിങ്ങളെ ഏറ്റവും നല്ലവർ നിങ്ങളെ കുടുംബത്തോട് നന്മ ചെയ്യുന്നവരാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി. ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ആകണം. റസൂലുള്ളാഹി ജീവിതത്തിൽ അതിങ്ങനെ കാണിച്ചു തന്നു എല്ലാ നിലക്കും. നിങ്ങൾ ആലോചിക്കൂ, എത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബജീവിതം. ഇവരാരെങ്കിലും പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സ്ത്രീ ലംഘടനോ അല്ലെങ്കിൽ സ്ത്രീയെ ആഗ്രഹിച്ചു കൊണ്ട് മാത്രം നടക്കണ ഒരാളോ ആയിരുന്നു. എത്ര മനോഹരം! എല്ലാ കുടുംബത്തോടും മാന്യമായി പെരുമാറും. എത്ര മനോഹരമായി! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അതായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടവസ്ഥയെക്കുറിച്ച്, രണ്ട് ബ്യൂട്ടിയെക്കുറിച്ച് പറഞ്ഞു. രണ്ട് ബ്യൂട്ടിയും ഒരുമിച്ച് ചേർന്ന ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഏറ്റവും ഭംഗിയുള്ള മനുഷ്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫിസിക്കലി തന്നെ, ആന്തരികമായി അത്ര ഭംഗിയുള്ള ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും മനോഹരമായ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രണ്ടാമത്തേത് വിശ്വസ്തയോടൊപ്പം തന്നെ നീതിമാനായിരുന്നു നബി. വല്ലാത്ത നീതിമാൻ. റസൂലിനോളം നീതി പുലർത്തിയ ഒരു മനുഷ്യൻ ലോകത്തില്ല. അതുകൊണ്ടാണല്ലോ മഖ്സൂമി ഗോത്രം അന്നത്തെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിലെ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി. റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾ ആലോചിക്കൂ, റെക്കമെൻഡ് ഇട്ട് വന്നു, അവളുടെ കൈ മുറിക്കരുത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ചുവന്നു. വല്ലാത്ത നബിയുടെ കണ്ണ് ചുവക്കൽ വളരെ വളരെ അസാധാരണമാണ്. നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. ആ വാചകം ഇന്നും ചരിത്രം എപ്പോഴും പറയുന്ന ഒന്നാണ്. വല്ലദീ നഫ്സി ബിയദി ലൗ കാനത് ഫാത്തിമ ബിൻത് മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹാ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ഞാനിതാ പറയുന്നു, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയതെങ്കിൽ പോലും ഞാൻ കൈവിട്ടും. ആ നീതി അത് അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു. എന്താ ഇന്നത്തെ കഥ നിങ്ങൾ ആലോചിച്ചു? എന്തൊരു പക്ഷപാതിത്വമാണ് നീതിയുടെ വിഷയത്തിൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം
അതിമനോഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും തിളങ്ങി നിന്നത്, ഓരോന്ന് പറയുമ്പോഴും നമുക്ക് തോന്നും ഏറ്റവും തിളങ്ങി നിന്നത് അതാണ്, അദ്ദേഹത്തിൻ്റെ സംസാരമായിരുന്നു. റസൂലിൻ്റെ സംസാരത്തെക്കുറിച്ച് പറയുന്നത് അതിലെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് പൊറുക്കിയെടുക്കാൻ കഴിയുമായിരുന്നു എന്ന്. പൊറുക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതെ, ഒരിക്കലും ആവർത്തിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പണം ആവർത്തിക്കണ്ടേ? എന്തേ പറഞ്ഞ് കേട്ടില്ല, പറഞ്ഞു, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും സംസാരിച്ചില്ല. നബി തിരുമേനിക്ക് വാശിയുണ്ടായിരുന്നു, എൻ്റെ ചുണ്ടിൽ നിന്നോ എൻ്റെ നാവിൽ നിന്നോ വല്ലതും പുറത്തു പോയാൽ അതിനെനിക്ക് സവാബ് കിട്ടണം, പ്രതിഫലം കിട്ടണം, നമ്മളങ്ങോട്ട് എത്തണം. അവിടെയാണ് നാം നേരത്തെ പറഞ്ഞ ഇത്തിബായിലേക്ക് എത്തുക. എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ ചുണ്ടിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ നമ്മൾ അളക്കണം, തൂക്കണം, എത്ര പ്രതിഫലം കിട്ടും അതിന്. അതായിരിക്കണം നമ്മുടെ ചിന്ത. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സൽസ്വഭാവിയായി നമുക്ക് അനുഭവപ്പെടുന്നത് മക്കളുമായുള്ള ജീവിതത്തിലായിരുന്നു. മക്കളോട് ഏറ്റവും കൂടുതൽ ലാളന കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളുടെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തർക്കും സലാം പറഞ്ഞ് കൈ കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരോടും സലാം പറഞ്ഞു. വല്ലാത്ത സംഭവമല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽക്ക് വല്ലാത്ത വീക്ക്നെസ് ആയിരുന്നു കുട്ടികളും പേരക്കുട്ടികളുമൊക്കെ. ചരിത്രം നിങ്ങൾക്കറിയാം, ഒരുപാട് ചരിത്രമുണ്ട്. മിമ്പറിൽ നിന്ന് പോലും റസൂലുള്ള പേരക്കുട്ടികൾ കളിച്ചു വരുന്നത് കണ്ടപ്പോൾ മിമ്പറിൽ നിന്ന് പോലും ഒരിക്കൽ ഇറങ്ങിപ്പോയില്ലേ? എന്നിട്ട് ആ കുട്ടികളെ താങ്ങിയെടുത്ത് ഒക്കത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് ഓതിയ ഒരായത്തുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പേരക്കുട്ടികളെ കണ്ടപ്പോൾ മിമ്പറിൽ നിന്ന് റസൂൽ ഇറങ്ങാം. എന്നിട്ട് ആ കുട്ടികളെടുത്ത് മിമ്പറിൽ കയറി. എന്നിട്ട് റസൂലുള്ള ഓതുകയാണ്. സൂറത്തു അൻഫാലിലെ 28-ാമത്തെ വചനമുണ്ട്, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. വല്ലാത്ത വാക്കാ, വഅലമു. എന്തേ ഞാൻ ഇറങ്ങിയത്? അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളും വല്ലാത്ത ഒരു പരീക്ഷണമാണ്, വല്ലാത്തൊരു പരീക്ഷണമാണ്. തീർന്നില്ല, ആ പരീക്ഷണത്തെ പരീക്ഷണമായി കണ്ട് നിങ്ങൾ സമീപിച്ചാൽ തീർച്ചയായും അള്ളാഹുവിനടുത്ത് വലിയ പ്രതിഫലമുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, പ്രത്യേകിച്ച് നബിയുടെ കൂടെ ജോലി ചെയ്തവരോടുള്ള പെരുമാറ്റം അത്യത്ഭുതകരമായിരുന്നു, അത്യത്ഭുതകരം. അനസ് റളിയല്ലാഹു അൻഹു ആണ് നബിയുടെ സേവകനായി കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഖദിംതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, 10 കൊല്ലം. അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ചെറുതാവുമ്പോൾ അനസിനെ കൊണ്ടുപോയി കൊടുക്കുക, ഇതാ റസൂലെ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ 10 കൊല്ലം. വല്ലാഹി മാ ഖാല ഉഫിൻ ഖത്ത്, എന്നോട് ഒരിക്കൽ പോലും ഛേ എന്നൊരു വാക്ക് റസൂലുള്ള പറഞ്ഞിട്ടില്ല. 10 കൊല്ലം. നിങ്ങൾ ആലോചിച്ചു, എന്താ നമ്മുടെ ജീവിതത്തിനെ പറ്റി എന്താ പറയുന്നത്? 10 കൊല്ലം. വലാ ഖാല ലിശൈഇൻ ലിമ ഫഅൽത്, എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല എന്തിനാണോ ഇത് ചെയ്തത്, ചോദിച്ചില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അദ്ദേഹം പിന്നൊരിക്കൽ പറയുന്നുണ്ട്, വഹല്ലാ ഫഅൽത കദാ, നിനക്ക് എങ്ങനെ ചെയ്തുകൂടായിരുന്നോ? നോ, ചോദിച്ചില്ല. കുട്ടികളെ അങ്ങനെയാണ് വളർത്തിയത്, പണിക്കാരോട് ഇങ്ങനെയാണ് പെരുമാറിയത്. എത്ര മനോഹരമെന്ന് ചോദിച്ചു. എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്ത് പറയാൻ പറ്റും. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. എത്രയോ തവണ കേട്ടതല്ലേ? എന്താണ് റഹ്മത്ത്? റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത് എന്താ റഹ്മത്ത്? ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെയും പഴി പറഞ്ഞില്ല, ചീത്ത വിളിച്ചില്ല, ശപിച്ചില്ല. ശത്രുക്കളോട് പോലും, കൊല്ലാൻ വന്നവരോട് പോലും. നിങ്ങൾ ആലോചിക്കൂ, എങ്ങനെയാണ് ഇവിടേക്ക് എത്തുക? എന്താണിത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ. നിങ്ങൾ കരുണ കാണിക്കണം, അപ്പോൾ റഹ്മാൻ നിങ്ങളോട് കരുണ കാണിക്കും. റഹ്മാൻ നിങ്ങളോട്, അള്ളാഹുവേ
അല്ലാഹു തആല നിങ്ങളോട് കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, അപ്പം ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ആലോചിക്കൂ, അത്രമാത്രം റഹ്മത്തിൻ്റെ നിറകുടമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുമാത്രം വിട്ടുവീഴ്ചയാണ് നബി ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു മനുഷ്യൻ്റെ കഥ? ഓർക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം? എവിടെയെങ്കിലും അദ്ദേഹത്തെ തടയാൻ വേണ്ടി വന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെച്ചില്ലേ? നിങ്ങൾ ആലോചിക്കൂ, അദ്ദേഹത്തിൻ്റെ ആവശ്യം തീർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞതാ, മോനെ, ഈ പള്ളി എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ല. ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗൽ, മൂത്രയിക്കാനുള്ളതല്ല പള്ളി. ഇന്നമാ ഹിയ ലിദിക്രില്ലാഹ് വസ്സലാ വഖിറാഅത്തിൽ ഖുർആൻ, അതിനുള്ളതാ പള്ളി. മനോഹരമായി പഠിപ്പിച്ചു. തിരിഞ്ഞു നിന്നിട്ട് ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്ത് വിനയം കാണിച്ചു നബി. എല്ലാവരോടും വിനയം. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും ധാർഷ്ട്യം കാണിച്ചില്ല, കിബർ കാണിച്ചില്ല. അതാണ് വേണ്ടത്. അവിടേക്കാണ് നമുക്ക് എത്താൻ സാധിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്നോടും നിങ്ങളോടും എനിക്കുണർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസിയ്യത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ശക്തി ആ വസിയ്യത്തിലുണ്ട്. അതിങ്ങനെയാണ്, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك لا يؤمنون, مؤمن آبغيلا حتى يحكموك فيما شجر بينهم. റസൂലേ, ഇവരുടെ ഏത് വിഷയത്തിലായാലും, ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതോ ഇവർക്ക് ആവശ്യമുള്ളതോ ആയ ഏത് വിഷയത്തിലായാലും അങ്ങയെ വിധികർത്താവായി, അങ്ങയുടെ വാക്ക് അവസാന വാക്കായി അംഗീകരിക്കാത്ത കാലത്തോളം. എന്തൊരു പദവിയാ കൊടുത്തത്! എന്താണ് ആ പദവിക്ക് നമ്മൾ പറയാൻ? എന്താണ് ആ പദവിക്ക് പറയാൻ? അങ്ങയുടെ വാക്ക് അവസാനത്തെ ആകാത്ത കാലത്തോളം. തീർന്നില്ല. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത. എന്നിട്ട് നബിയെ, അങ്ങയുടെ വാക്കിൽ, അങ്ങയുടെ സംസാരത്തിൽ, അങ്ങയുടെ വിധികളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, പ്രയാസം അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിലില്ലാതെ ഇരിക്കണം. പോരാ, വയുസല്ലിമു തസ്ലീമ, പരിപൂർണമായി റസൂലിനെ സമ്മതിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ബഹുമാനിച്ചതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം, ഏറ്റവും ഉന്നതമായ അവിടെ കൊണ്ടേ വെച്ചു. ആ ഒരു ഔന്നിത്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാ യുഅ്മിനൂന എന്നാ പറഞ്ഞത്, ലാ യുഅ്മിനൂന. ഇനി നമുക്ക് പറ്റുമോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് മാറാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം മനസ്സിലാക്കിയിട്ട് മാറാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യാതെ മാറി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ പ്രശ്നം സത്യം ഒരു കാര്യം എന്താ വെച്ചാൽ, റസൂലിനെ നമുക്ക് മനസ്സിലായില്ല. നമ്മൾ കുറേ ആളുകളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ റസൂലിനെയും വിലയിരുത്തി. അതാണ് പ്രശ്നം. അതാണ് മാറേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അബൂ സുഫിയാൻ കണ്ട കണ്ണുകൊണ്ട് റസൂലിനെ കാണണം, അബൂജഹൽ കണ്ട കണ്ണുകൊണ്ടല്ല റസൂലിനെ കാണേണ്ടത്. റസൂലിനെ പഠിച്ചാൽ റസൂലിനോട് മഹബ്ബത്ത് വരും, റസൂലിനെ പഠിച്ചാൽ റസൂലിനോട് താഅത്ത് വരും, റസൂലിനെ പഠിച്ചാൽ റസൂലിനെ ഇത്തിബാഅ് ചെയ്യും, റസൂലിനെ പഠിച്ചാൽ റസൂലിനോട് സ്നേഹമുണ്ടാകും, പ്രണയമുണ്ടാകും. ഒരു സംശയമില്ല. റസൂലിനെ പഠിച്ചാൽ, റസൂലിനെ അറിഞ്ഞാൽ റസൂലിനെ അനുസരിച്ചു പോകും. റസൂലിനെ പഠിച്ചാൽ നിസ്സംശയം റസൂലിനെ നമ്മൾ ഇത്തിബാഅ് ചെയ്യും, പിൻപറ്റും. റസൂലിനെ വെറുക്കാൻ നമുക്ക് സാധ്യമല്ല. അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന, ആ റസൂലിനെ മഹബ്ബത്ത് ചെയ്യുന്ന, ആ റസൂലിനെ അനുസരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പള്ളിയിൽ ഒരുപാട് സമയം നിന്നെക്കുറിച്ച്
നിൻ്റെ റസൂലിനെക്കുറിച്ച്, നിൻ്റെ റസൂലിൻ്റെ ഉത്തമ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണമേ. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങളുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമായി ഈ കർമ്മത്തെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അർഹമുർറഹീമായ റബ്ബേ, നല്ല സ്വഭാവ ഗുണങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും നീ നടത്തിത്തരണമേ. അർഹമുർറഹീമായ റബ്ബേ, ഏറ്റവും നല്ല മനുഷ്യരായി നിന്നെ കണ്ടുമുട്ടാൻ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് നിൻ്റെ റസൂൽ പറഞ്ഞ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഭാഗ്യവാന്മാരാകാൻ ഞങ്ങളെ നീ തുണക്കണമേ. അർഹമുർറഹീമായ റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടുന്നു റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. ഫലസ്തീന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണമേ. പട്ടിണി കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചു കുട്ടികൾക്ക്, കൊച്ചു മക്കൾക്ക് റബ്ബേ നീ സംരക്ഷണം നൽകണമേ. അർഹമുർറഹീമായ റബ്ബേ, സത്യം ജയിക്കുന്നതും അസത്യം പരാജയപ്പെടുന്നതും കാണാനുള്ള ഭാഗ്യം ഞങ്ങളുടെ കണ്ണിന് നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.